നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഡനായിട്ട് വാഹനം ഓഫായിപ്പോയി, പിന്നെ സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് വാഹനം സ്റ്റാർട്ടാകുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് പാനിക്കാവും, അല്ലെങ്കിൽ ഒന്ന് ടെൻസ്ഡ് ആകും 100%. ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മേക്കം ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: അങ്ങനെ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഏതൊരു വാഹനം ഓഫായി പോകുന്നൊരു ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇതിട്ടിരിക്കുന്നത്. അങ്ങനെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ബ്രീസോ 2017 മോഡൽ ഡീസൽ എൻജിൻ ഒരു പോക്കറ്റ് റോഡിൽ നിന്നും NHലേക്ക് എടുക്കുമ്പോൾ ഹാഫ് ക്ലച്ചിൽ എടുക്കുമ്പോൾ വണ്ടി ഓഫായി, പിന്നെ സ്റ്റാർട്ടായില്ല. കുറേ നേരം നോക്കി, പിന്നെ ബാക്കിൽ വണ്ടികൾ ഉണ്ടായിരുന്നു, അതും ഒരു സ്റ്റീപ്പ് നല്ല ചെരുവിൽ. പിന്നെ പുഷ് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സ്റ്റാർട്ടായില്ല. ക്ലസ്റ്റർ മീറ്റർ ഓഫ് ആൻഡ് ഓൺ ആവുന്നുള്ളൂ. പിന്നെ ആഫ്റ്റർ സം ടൈം ഓട്ടോമാറ്റിക്കലി ഓണായി. വൈ ദിസ് ഹാപ്പൻ? നല്ലൊരു ക്വസ്റ്റ്യനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജെനുവിൻ ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാൽ ജെനുവിൻ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അതായത് വാഹനം ഇങ്ങനെ ഓഫായി കഴിഞ്ഞാൽ സ്റ്റാർട്ടാകാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ പേടി, അല്ലെങ്കിൽ നമ്മളൊന്ന് ടെൻസ്ഡ് ആയിപ്പോവും. ഇവിടെയാണ് സംഭവം മുഴുവൻ മാറി മറിയുന്നത്. കാരണം ഈ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് പറയുന്ന പലരും ചിന്തിക്കുന്നൊരു കാര്യം, അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം, ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, അവർ വാഹനം പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ക്ലച്ച് അപ്ലൈ ചെയ്താൽ മാത്രമേ ഈ വാഹനം സ്റ്റാർട്ടാകത്തുള്ളൂ. അന്നേരം നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ക്ലച്ച് അപ്ലൈ ചെയ്തു, പക്ഷേ ഫുള്ളായിട്ട് ക്ലച്ച് അപ്ലൈ ആയിട്ടില്ല. നമ്മൾ ക്ലച്ചിൻ്റെ പുറത്ത് കാല് വയ്ക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ടെൻഷൻ കാരണം അതുപോലും കാണത്തില്ല. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് ഫുള്ളി അപ്ലൈഡ് ആണോ എന്നുള്ളത് നോക്കണം. അതായത് ഫുള്ളി ക്ലച്ച് അപ്ലൈഡ് ആണെങ്കിൽ മാത്രം ഈ വാഹനങ്ങൾ സ്റ്റാർട്ടാകത്തുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലച്ച് സ്വിച്ച് വരുന്നുണ്ട്. ക്ലച്ച് സ്വിച്ച് ഫുള്ളായിട്ട് എൻഗേജ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അത് മനസ്സിലാക്കണം. വാഹനത്തിൻ്റെ ക്ലച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇനി സ്റ്റാർട്ടറിലോട്ട് കറണ്ട് കൊടുക്കാം. കാരണം ഞാനിത് എടുത്ത് പറയുന്നതിൻ്റെ കാര്യം, പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നൊരു കാര്യമാണ്, ഇങ്ങനെ വാഹനം സ്റ്റാർട്ടാകുന്നില്ല, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഞാൻ പറയും ക്ലച്ച് ഒന്ന് അപ്ലൈ ചെയ്യാം. ക്ലച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയും ഫുള്ളായിട്ട് ക്ലച്ച് അപ്ലൈ ചെയ്യാൻ പറയും. അങ്ങനെ ഫുള്ളായിട്ട് ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാഹനം സ്റ്റാർട്ടാകുന്നതായിരിക്കും. ഇത് തന്നെയാണ് കാരണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതും വൺ ഓഫ് ദ റീസൺസ് ആണ്. പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് പലർക്കും ഈ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. ഞാനത് പറഞ്ഞതുപോലെ ഫുള്ളായിട്ട് ക്ലച്ച് അപ്ലൈ ചെയ്ത സമയത്ത് ഈ ഒരു പ്രശ്നം വന്നിട്ടില്ല, പിന്നെ ഇത് കാണിക്കുന്നുമില്ല. അപ്പം ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നന്നായിട്ട് ക്ലച്ച് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് സ്വിച്ചിൻ്റെ പൊസിഷൻ നമുക്ക് കുറച്ച് സെറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സെറ്റ് ചെയ്ത് കുറച്ചൊന്ന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആക്കാൻ സാധിക്കും. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സെറ്റിംഗ് നടക്കത്തില്ല. അത്ര അറ്റം വരെ ചവിട്ടുന്നതിന് പകരം അല്പം കൂടെ മേലോട്ട് കയറ്റി ചവിട്ടി കഴിഞ്ഞാലും ഈ പറഞ്ഞ ഫംഗ്ഷൻ വർക്ക് ആകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് നിങ്ങളുടെ വാഹനം സ്റ്റാർട്ടാകാതെ വരുമോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫുള്ളായിട്ടൊന്ന് ക്ലച്ച് അപ്ലൈ ചെയ്ത് നോക്കുക. ക്ലച്ച് സ്വിച്ചുള്ള വാഹനം ആണെങ്കിൽ ഇപ്പം എൻ്റെ ഈ സെലീറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലച്ച് സ്വിച്ച് ഇല്ല, എനിക്ക് ക്ലച്ച് ചവിട്ടാതെ തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ മോഡൽ വാഹനങ്ങളെല്ലാം ക്ലച്ച് അപ്ലൈ ചെയ്ത് തന്നെയാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു കംപ്ലയിൻറ്റ് കൊണ്ടും ഈ പറഞ്ഞ ഇഷ്യൂ വരാൻ ചാൻസസ് കൂടുതലാണ്. ഇനി അതല്ല വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇതുപോലെ ഷെയർ ചെയ്യുന്നതായിരിക്കും.